നമസ്കാരം. അനധികൃത കുടിയേറ്റം തടയാൻ അമേരിക്കയ്ക്കും ബ്രിട്ടനും പിന്നാലെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയും. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്ന വിദേശികൾക്കെതിരെ കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് 2025 ലോക്സഭയിൽ ഈ സമ്മേളന കാലത്ത് അവതരിപ്പിക്കുമെന്നാണ് വിവരം. ഫോറിനേഴ്സ് ആക്ട് 1946, പാസ്പോർട്ട് ആക്ട് 1920, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് 1939, ഇമിഗ്രേഷൻ ആക്ട് 2000 എന്നിവയ്ക്ക് പകരമായാണ് പുതിയ ബില്ല് ഒരുങ്ങുന്നത്. പുതിയ ബിൽ പ്രകാരം പാസ്പോർട്ടോ വിസയോ കൂടാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വിദേശികൾക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വ്യാജ പാസ്പോർട്ടിന് ശിക്ഷാപരിധി 2 വർഷത്തിൽ നിന്ന് 7 വർഷമാക്കി ഉയർത്തിയേക്കും. 1 മുതൽ 10 ലക്ഷം രൂപ വരെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന പിഴ. നിലവിൽ ഇന്ത്യയിൽ വ്യാജ പാസ്പോർട്ടുമായി പ്രവേശിച്ചാൽ 50,000 രൂപ പിഴയും 8 വർഷം വരെ തടവുമാണ് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ. മതിയായ രേഖകളില്ലാതെ വിദേശികളെ സഞ്ചാരത്തിന് സഹായിക്കുന്ന കാരിയേഴ്സിന് 5 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം. പിഴ അടച്ചില്ലെങ്കിൽ വിദേശി സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരവും പുതിയ ബില്ല് നൽകുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പഠിക്കാൻ എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസുമായി പങ്കുവയ്ക്കണമെന്നും പുതിയ ബില്ല് നിഷ്കർഷിക്കുന്നുണ്ട്. വിദേശികൾക്ക് താമസമൊരുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. വിസ കാലാവധി കഴിഞ്ഞ് തുടരുകയാണെങ്കിലോ വിസ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിലോ 3 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. ആശുപത്രികളും സർവകലാശാലകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മെഡിക്കൽ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ വസതികളുടെ ഉടമകൾക്കും തങ്ങളുടെ സൗകര്യങ്ങളിൽ താമസിക്കുന്ന വിദേശികളെ കുറിച്ച് അധികാരികളെ അറിയിക്കണമെന്ന കർശന നിർദ്ദേശം നൽകുന്നതാണ് ഈ ബില്ല്. ഇമിഗ്രേഷൻ ഓഫീസർ പ്രവേശനം നിഷേധിച്ച യാത്രക്കാരനെ രാജ്യത്തു നിന്നും പുറത്താക്കാനും യാത്രക്കാരുടെയും ക്രൂവിന്റെയും വിവരങ്ങൾ മുൻകൂറായി അധികാരികൾക്ക് നൽകുന്നതിൽ എയർലൈനുകളും കപ്പലുകളും നിർദ്ദേശം നൽകണമെന്നും ബില്ലിൽ പറയുന്നുണ്ട്. കാരിയറുകൾ ലംഘിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. 1920 പാസ്പോർട്ട് നിയമം, 1920 വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം, 39 ഫോറിനേഴ്സ് ആക്ട്, 46 ഇമിഗ്രേഷൻ ആക്ട്, 2000 നിലവിലുള്ള 4 നിയമങ്ങൾ പരിഷ്കരിച്ചാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തിലൂടെ മാറ്റം വരുത്തുന്നത്. 4 നിയമങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായ തുടർച്ചയും ലക്ഷ്യങ്ങളുടെ സാമാന്യതയും ഉണ്ടെങ്കിലും പ്രസ്തുത പ്രവൃത്തികൾക്കിടയിൽ ചില ഓവർലാപ്പിംഗ് വ്യവസ്ഥകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് അവതരിപ്പിക്കുന്നതോടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനും പാസ്പോർട്ടുകളുടെയോ മറ്റ് യാത്രാ രേഖകളുടെയോ ആവശ്യകത നൽകുന്നതിനും വിസയുടെ രജിസ്ട്രേഷന്റെയും ആവശ്യകത ഉൾപ്പെടെ വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും കേന്ദ്രത്തിന് ചില അധികാരങ്ങൾ നൽകും. 2000 നിലവിലുള്ള ഇമിഗ്രേഷൻ നിയമത്തിൽ ഇല്ലാത്ത അധിക വ്യവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരു പ്രത്യേക അധ്യായം പുതിയ ബില്ലിലുണ്ട്. ഏറ്റവും പുതിയ സർക്കാർ കണക്കുകൾ പ്രകാരം 2023 ഏപ്രിൽ 1-നും 2024 മാർച്ച് 31-നും ഇടയിൽ മൊത്തം 98,40,321 വിദേശികൾ ഇന്ത്യ സന്ദർശിച്ചുവെന്നാണ് വിവരം.